ഹായ് വെൽക്കം ടു റിസോ. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ് വെരിഫൈ ചെയ്യുന്നതാണ്. അതിനായി ഫസ്റ്റ് നമ്മൾ അറ്റൻഡൻസ് മൊഡ്യൂളിലെ അറ്റൻഡൻസ് രജിസ്റ്റർ ന്യൂ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. വൺസ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് മന്തിലെ അറ്റൻഡൻസ് ആണ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മന്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഏത് ബ്രാഞ്ചാണെന്ന് വെച്ചാൽ ആ ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ ഏതെങ്കിലും പെർട്ടിക്കുലർ എംപ്ലോയിനാണ് നമുക്ക് അറ്റൻഡൻസ് വെരിഫൈ ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അതല്ല എല്ലാ എംപ്ലോയീസിനും വേണമെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രോസസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. വൺസ് ഇത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഈ നോട്ട് വെരിഫൈഡ് ടാബിൽ നിന്ന് എല്ലാ എംപ്ലോയീസിൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ അവരുടെ പഞ്ചിങ് അനുസരിച്ച് ഇവരുടെ ഓരോ ദിവസത്തെ സ്റ്റാറ്റസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ദിവസം ഒരു എംപ്ലോയിക്ക് അറ്റൻഡൻസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റത്തെ എംപ്ലോയിക്ക് ഞാൻ ഈ ഫസ്റ്റിന് അറ്റൻഡൻസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഹാഫിൽ എന്തായിരുന്നു ആ എംപ്ലോയിയുടെ സ്റ്റാറ്റസ്, സെക്കൻഡ് ഹാഫിൽ ആ എംപ്ലോയിയുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു, അതോ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫുൾ ഡേ ആ എംപ്ലോയിയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ എംപ്ലോയീസിന് അലോക്കേറ്റ് ചെയ്ത ഷിഫ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ വീക്ക് ഓഫ്സും ഹോളിഡേയ്സ് അതേപോലെ വർക്കിംഗ് ഡേയ്സ് എല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ നമുക്കൊരു എംപ്ലോയിയുടെ അറ്റൻഡൻസ് ബൾക്കായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ എംപ്ലോയിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഇപ്പോൾ ഫുൾ ഡേ പ്രസൻറ്റ് ആണെങ്കിൽ P/P, ഫസ്റ്റ് ഹാഫ് ആണ് പ്രസന്റ് എങ്കിൽ P/LOP, സെക്കൻഡ് ഹാഫ് ആണ് പ്രസന്റ് എങ്കിൽ LOP/P, അത് ഫുൾ ഡേ ലീവ് ആയിരുന്നെങ്കിൽ LOP/LOP എന്നുള്ളതും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ P/P സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെക്കൻഡ് വന്നൊരു ഓപ്ഷനാണ് ഓൾ ഡേറ്റ്സ് അല്ലെങ്കിൽ LOP ഡേയ്സ്. ഓൾ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ എംപ്ലോയിയുടെ നമ്മൾ ഓൾ ഡേറ്റ്സ് ആണ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാറ്റസ് എല്ലാ വീക്ക് ഓഫ്സിലും അതേപോലെ ഹോളിഡേയ്സിലും അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ LOP ഡേറ്റ്സിലാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ LOP ഡേറ്റ്സ് മാത്രമേ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വൺസ് ഇത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ എംപ്ലോയിനെ സെലക്ട് ചെയ്ത് ഈ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലറി പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ അറ്റൻഡൻസ് വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റൻഡൻസ് വെരിഫൈഡ് ടാബിൽ ഈ എംപ്ലോയി കൺവേർട്ടായി വന്നിട്ടുണ്ടാവും. അതേപോലെ നമുക്കൊരു ബൾക്കായിട്ട് ഈ എംപ്ലോയീസിനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഓൾറെഡി ഈ ഡേറ്റയിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റാറ്റസ് എല്ലാം കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതല്ല നമുക്കിപ്പോൾ എല്ലാവർക്കും അറ്റൻഡൻസ് നമ്മൾ മാനുവലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് എല്ലാ എംപ്ലോയീസിനെയും സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഓൾ ഡേറ്റ്സ് വേണോ അതോ LOP ഡേറ്റ്സ് വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ബൾക്ക് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ എംപ്ലോയീസിൻ്റെയും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവരുടെ ലീവോ വീക്ക് ഓഫ്സോ LOP ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ. ഇത് നമ്മുടെ പേറോൾ ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അറ്റൻഡൻസ് വെരിഫിക്കേഷൻ. താങ്ക് യു.